സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇനി ഞാൻ നിങ്ങളെ അറിയിക്കാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയെ പറ്റി പറയാൻ തന്നെയാണ്. അതായത് നമ്മുടെ തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായിട്ട് ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനോ ഒരു മുഖ്യമന്ത്രിയെ ഇരുത്താനോ ഒന്നും ഈ പറയുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന വിജയിച്ച പാർട്ടിക്ക് സാധിക്കുന്നില്ല. മുൻപ് വലതുപക്ഷമായിരുന്നു, ഇപ്പോൾ ഭരണപക്ഷമായിരിക്കുന്ന ഒരു പാർട്ടിക്ക് അതിന് സാധിക്കുന്നില്ല എന്നുള്ളൊരു വസ്തുത നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇരുവർ എന്ന് പറയുന്ന ഒരു പരിപാടിയുമായിട്ട് നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ സഖാവും ലാലേട്ടനും വന്നൊരു കാര്യം നമുക്കറിയാം. അതായത് മുഖ്യമന്ത്രിയും മോഹൻലാലും കൂടിയുള്ളൊരു ഒരു സംഭാഷണം, ഒരു അഭിമുഖത്തിൽ ലാലേട്ടൻ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും ഈ പറയുന്ന പിണറായി വിജയൻ സഖാവ് കൊടുക്കുന്ന മറുപടികളും ആ മറുപടികൾക്ക് വീണ്ടും ലാലേട്ടൻ്റെ ഓരോ ചോദ്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടിരുന്നതാണ്. അതിൽ മിക്ക ചോദ്യങ്ങളും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ എന്താണ് അങ്ങയുടെ ലക്ഷ്യം, എന്താണ് അങ്ങ് ഈ രാഷ്ട്രീയം കഴിഞ്ഞ് എന്താണ് അങ്ങ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അങ്ങ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന് രാഷ്ട്രീയം കഴിയണ്ടേ എന്നൊക്കെയാണ് പിണറായി വിജയൻ സഖാവ് അന്ന് ചോദിച്ചത്. അതായത് പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്തുകൊണ്ടിരുന്നാൽ പ്രസ്ഥാനമാണ് ജീവിതം, പ്രസ്ഥാനമില്ലെങ്കിൽ ഞാനില്ല, പ്രസ്ഥാനത്തിൻ്റെ ഒപ്പം തന്നെ എന്നും ഉണ്ടാകുമെന്ന് പറഞ്ഞൊരു മനുഷ്യൻ തന്നെയാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനും നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ പറയുന്ന ഇലക്ഷന് തോറ്റതിൻ്റെ പ്രധാന കാരണം പിണറായി വിരുദ്ധതയാണ്, പിണറായിയുടെ കർക്കശ സ്വഭാവമാണ്, ഏകാധിപതി കളിക്കാനായിട്ട് നോക്കുന്നത് കൊണ്ടാണ് ഇലക്ഷന് തോറ്റെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രീതിയിലുള്ള മെഴുകലുകളൊക്കെ നമ്മൾ കണ്ടിരുന്നല്ലേ. അപ്പോൾ അങ്ങനെ മെഴുകലുകളൊക്കെ വന്ന സമയത്തും പിണറായി വിജയൻ സഖാവ് പറഞ്ഞത്, ഞാൻ തന്നെ മുന്നിൽ നിന്ന് ഈ പാർട്ടിയെ നയിച്ചോളാം, എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളൊരു ഫോൾട്ട് ആണെങ്കിൽ ഞാൻ തന്നെ അത് പരിഹരിക്കാനായിട്ട് മുന്നിലേക്ക് നിൽക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ അതുകൊണ്ട് തന്നെയും മേ ബി അദ്ദേഹം തന്നെയായിരിക്കും പ്രതിപക്ഷ നേതാവ് എന്നുള്ളൊരു സ്ഥാനത്തേക്ക് ഇനി വരാൻ പോകുന്നതെന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവുമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശരിക്കൊന്ന് വിയർക്കാൻ പോകുന്ന വി സതീശനും ആളുകളുമായിരിക്കും. അപ്പോൾ എന്തായാലും മോഹൻലാലുമായിട്ടുള്ള ഒരു അഭിമുഖത്തിൽ എന്താണ് പിണറായി വിജയൻ സഖാവ് പറഞ്ഞതെന്നും ഇന്നിപ്പം നടക്കുന്ന കുറച്ച് കളികൾ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നേരെ നമുക്ക് ആ ഒരു ഇരുവറിൻ്റെ ആ ഒരു അഭിമുഖത്തിലെ ചില ഭാഗം ഒന്ന് കണ്ടു നോക്കാം. ഒന്ന് നമ്മൾ കാണേണ്ടത്, നമ്മൾ ഏത് സ്ഥാനത്തിരിക്കുന്നതായാലും അതൊരു പ്രത്യേക നിയോഗത്തിന്റെ ഭാഗമാണെന്ന് കാണേണ്ടതേ ഉള്ളൂ. എപ്പോഴും അവിടുന്ന് മാറേണ്ടതായിട്ട് വരാം. ആ ഒരു ധാരണ നമ്മുടെ ഉള്ളിലുണ്ടാവണം. ആ മാറ്റത്തെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. അന്ന് ഇപ്പോ മാറണം എന്ന് പറഞ്ഞാൽ ആ മാറുമ്പോൾ ഒരു പ്രയാസവും ഉണ്ടാകരുത്. അതാണ് നമുക്ക് ഏറ്റവും പ്രധാനം. ഞാൻ വൈദ്യുതി മന്ത്രിയായിട്ടാണല്ലോ മന്ത്രിസഭ പ്രവർത്തനം ആരംഭിക്കുന്നത്. അപ്പോൾ എൻ്റെ കുട്ടികൾ ചെറിയ മക്കളാണെന്ന്. വൈദ്യുതി മന്ത്രി സ്ഥാനം ഒഴിഞ്ഞ് ഇവിടെ തന്നെയായിരുന്നു, ഇൻഡസ്ട്രി ആയിരുന്നു. നേരെ നിങ്ങൾ വന്നിട്ട് ഞാൻ താമസിച്ച വാടക വീട്ടിലേക്ക് മാറി. ഒരു പ്രയാസവും കുട്ടികൾക്ക് പോലും ഉണ്ടായില്ല. നല്ല എന്താണോ, അപ്പം നമ്മൾ എന്താണോ ഉള്ളത് അതുകൊണ്ട് ജീവിക്കാനും അതിൽ സന്തോഷിക്കാനും അതിന്റെ ഭാഗമായി മാറാനും കഴിയണം. എനിക്ക് അങ്ങനെ ഒരു നിലയാണ് എപ്പോഴും ഉള്ളത്. കണ്ടില്ലേ, ഏകദേശം കുറച്ച് നാളുകളെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു വർഷത്തോളമായിട്ടുണ്ട് ഈ ഒരു ഇൻ്റർവ്യൂ വന്നിട്ട്. ആ ഒരു വർഷം മുൻപ് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാലും നമ്മൾ ഒരു ദിവസം അവിടെ നിന്നെല്ലാം മാറേണ്ടി വരും. അത് ജീവിതമാണെങ്കിലും നമ്മുടെ ഈ പറയുന്ന തൊഴിലാണെന്നുണ്ടെങ്കിലും ഏതൊരു കാര്യമാണെന്നുണ്ടെങ്കിലും ഒരു ദിവസം അവർ ഇറങ്ങിപ്പോകണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങിപ്പോയേ പറ്റുള്ളൂ. അത് ജീവിതമാണെന്നുണ്ടെങ്കിലും ഇനി തൊഴിലാണെന്നുണ്ടെങ്കിലും ഏതൊരു സാഹചര്യമാണെന്നുണ്ടെങ്കിലും ഇറങ്ങിപ്പോയേ പറ്റുള്ളൂ. കടിച്ചു തൂങ്ങി കിടക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇറങ്ങിപ്പോകുന്ന സമയത്ത് വളരെയധികം സ്നേഹത്തോടു കൂടിയും അല്ലെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും മുന്നിൽ കണ്ടു തന്നെ പോകണം. നമുക്കിപ്പോൾ ഇത്രയും വലിയ സൗകര്യങ്ങൾ വേണം, ഇന്ന സ്ഥലത്ത് എനിക്ക് പോയാൽ ഇരിക്കാൻ പറ്റുള്ളൂ എന്നൊന്നും നമ്മൾ പിടിവാശി പിടിച്ചിട്ട് കാര്യമില്ല. ആ പോകുന്ന കൂട്ടത്തിൽ നമ്മുടെ ഫാമിലിയും ഉണ്ടെങ്കിൽ അവർക്കും ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ തന്നെ നമുക്ക് നിൽക്കാൻ സാധിക്കണം. പിന്നെ ഉള്ളതുകൊണ്ട് നല്ലപോലെ ജീവിക്കുക എന്നുള്ളൊരു കാര്യം കൂടി പിണറായി വിജയൻ സഖാവോട് എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും അധികം ദീർഘവീക്ഷണമുള്ള ഇത്രയും അധികം നല്ല കാര്യങ്ങൾ ചെയ്തൊരു മനുഷ്യൻ തന്നെയാണ് പിണറായി വിജയൻ എന്നുള്ളൊരു കാര്യത്തിൽ ആർക്കും ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ സംശയമുള്ള ആളുകൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അയാൾ എന്തായിരുന്നു എന്നുള്ളത്. ഈ പിണറായി വിജയൻ സഖാവ് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലേ, അതായത് മടിയിൽ കനമുള്ളവനെ വഴിയിൽ ഭയക്കേണ്ടതുള്ളൂ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് താൻ അവിടെ നിന്നൊന്നും കട്ടിട്ടില്ല എന്നുള്ളൊരു കാര്യത്തിൽ പൂർണ്ണമായിട്ടുള്ള ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആയിരിക്കണം അദ്ദേഹം ആ ഒരു രീതിയിലെ വാക്കുകൾ പറഞ്ഞത്. അങ്ങനെ ഒരു വാക്ക് പറയുന്ന ഒരു മുഖ്യമന്ത്രി നമ്മൾ ഇതുവരെ നമ്മുടെ ചരിത്രത്തിൽ കണ്ടിട്ടില്ല, അല്ലെ ഇതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രി നമ്മൾ ചരിത്രത്തിൽ കണ്ടിട്ടില്ല എന്നുള്ളത് വേറൊരു വസ്തുത കൂടിയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ കുറേ പോസ്റ്റുകൾ കണ്ടു. അപ്പോൾ ഇതിൽ മുഖ്യമന്ത്രി പറയുന്ന കാര്യം ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു. വൈദ്യുതി മന്ത്രിസ്ഥാനം ഒഴിഞ്ഞ് നേരെ പോയത് വാടക വീട്ടിലേക്കാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് ഈ പറയുന്ന ഒരു കാവൽ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു പദവിയാണ് ഇപ്പോൾ ഉള്ളത്. ഇനി വേണേൽ പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിലേക്ക് വരാം. അതിൻ്റെ കാര്യങ്ങൾ ചർച്ച നടക്കുന്നുള്ളതൊക്കെ പിന്നീട് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ വാടകയ്ക്ക് നിൽക്കുക അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു കാവൽ മുഖ്യമന്ത്രിയായിട്ട് നിൽക്കുമ്പോൾ അയാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്ലിഫ് ഹൗസിൽ പറ്റില്ല, അതിനടുത്തുള്ള ഓഫീസ് അയാൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം.
കേരള ഹൗസ് പോലെയുള്ള അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള ബാക്കി കാര്യങ്ങളെല്ലാം ഔദ്യോഗിക വസതിയൊക്കെ അയാൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ അയാൾ ചെയ്തിരിക്കുന്നത് എന്താണ്, വേറൊരു വാടക വീടെടുത്ത് മാറിയിരിക്കുകയാണ്. ഈ പറയുന്ന ആനുകൂല്യങ്ങളൊന്നും വേണ്ട, വലിയ സ്യൂട്ടൊന്നും തനിക്ക് വേണ്ട, താൻ എവിടെയെങ്കിലും ഒരിടത്ത് വാടകയ്ക്കെടുത്ത് താമസിച്ചോളാം, തൻ്റെ സമാധാനം അതൊക്കെയാണ്, കേരളത്തിലെ ജനങ്ങളുടെ ഫണ്ട് എടുത്തിട്ട് പുട്ടടിക്കുന്ന ഒരു പരിപാടിക്ക് ഞാൻ നിൽക്കുന്നില്ല, കൂട്ടി നിൽക്കില്ല എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കണം ഒരു പക്ഷേ അദ്ദേഹം ഈ ഒരു കാര്യത്തിലും പറയുന്നത്. അപ്പോൾ എങ്ങനെയാണോ ഒരു നേതാവ് ആയിരിക്കേണ്ടത്, എങ്ങനെയൊക്കെ ഒരു നേതാവ് പ്രവർത്തിക്കണം എന്നുള്ളതിൻ്റെയൊക്കെ പൂർണ്ണമായിട്ടുള്ള ഉദാഹരണം തന്നെയാണ് പിണറായി വിജയൻ സഖാവ് എന്നുള്ളൊരു കാര്യത്തിൽ ആർക്കും ഒരു സംശയവും ഉണ്ടാവില്ല. ഇതൊക്കെയാണ് ശരിക്കും യു ഡി എഫിലുള്ള പല ആളുകളും കണ്ടുപഠിക്കേണ്ടത്. വോട്ട് കിട്ടുന്നതിന് മുൻപ് ഞങ്ങൾ വോട്ട് കിട്ടിയ അപ്പം തന്നെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കും, ഞങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, മുഖ്യമന്ത്രി അപ്പം തന്നെ ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞ ടീംസ് ഇന്നിപ്പോൾ വോട്ട് കിട്ടി ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും മുഖ്യമന്ത്രിയെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. വെള്ളത്തിൽ തിരയുന്നത് പോലെയാണ്, അല്ലെങ്കിൽ കടലിൽ പെയിൻ്റ് അടിക്കുന്ന പോലെയുള്ള പരിപാടി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും അധികം വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ടും ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാനോ കേരളത്തിലെ ജനങ്ങളുടെ ആ ഒരു ആവശ്യങ്ങൾ നേടിയെടുത്തു കൊടുക്കാനോ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല. ഇവരിപ്പോൾ വലിയ പ്രഹസനവുമായിട്ടൊക്കെ വന്നിട്ടുണ്ടല്ലോ ബസ്സിൻ്റെ, അതിൻ്റെയും പല വിഷയങ്ങളും പലയിടങ്ങളിലും നടക്കുന്നുണ്ട്. അതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ എന്തായാലും അടുത്ത ദിവസം ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു മുഖ്യമന്ത്രിയെ പറ്റി ഇത്രയും നാളും കുറ്റം പറഞ്ഞ ആളുകൾക്കിടയിലേക്ക് ഈ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യുമ്പോൾ ആ ആളുകൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് എനിക്ക് ഊഹിക്കാൻ നന്നായിട്ട് സാധിക്കും. ഇപ്പോൾ കോൺഗ്രസ്സിലുള്ള പല ആളുകളും എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എടാ മോനെ നീ പറഞ്ഞത് ശരിയായിരുന്നു, കാരണം നമ്മളിങ്ങനെ വിചാരിച്ചില്ല, ഇങ്ങനെയൊക്കെ അടിയാവുമെന്ന് വിചാരിച്ചില്ല, ഇതൊരു വല്ലാത്ത അടി തന്നെ, ഇവന്മാർ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്, നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, നാണം കെട്ട് പോവുകയാണെന്ന് പറയുന്നുണ്ട്. കോൺഗ്രസിൻ്റെ പല ആളുകളും നാണം കെട്ട് നാറിയിരിക്കുന്ന അവസ്ഥയാണ്, ഒന്നും തിരിച്ചു പറയാനോ ഒന്നും ചെയ്യാനോ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ അസിത സഹീർ എന്ന് പറയുന്നൊരു ജേർണലിസ്റ്റ് ഈ പറയുന്ന യു ഡി എഫിനെ പറ്റി ഒരു കാര്യം പറയുന്നുണ്ട്. അവർ കണ്ടൊരു പോസ്റ്റിനെ പറ്റി അവരെടുത്ത് പറയുകയാണ്. റിപ്പോർട്ടർ ചാനൽ പങ്കുവച്ചിരിക്കുന്ന ഒരു പോസ്റ്റാണ്. ഞാനൊരു വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം, അത് കണ്ടിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. അതായത് മൂന്ന് നേതാക്കളുടെ ഫോട്ടോ, ഒന്നാമത് വി ഡി സതീശൻ, രണ്ടാമത് കെ സി വേണുഗോപാൽ, മൂന്നാമത് രമേശ് ചെന്നിത്തല. അതിന്റെ ക്യാപ്ഷൻ ഇങ്ങനെയാണ്: ഒന്നാമത്തെ ആൾ പ്രണയിച്ച ആൾ, രണ്ടാമത്തെ ആൾ വീട്ടുകാർ കണ്ടെത്തിയ ആൾ, മൂന്നാമത്തെ ആൾ മുറച്ചെറുക്കൻ. അപ്പോൾ ഈ അവസ്ഥയിലേക്ക് 102 സീറ്റ് കണ്ടില്ലേ? അതായത് മുറച്ചെറുക്കൻ, കല്യാണ ചെറുക്കൻ, പിന്നെ പ്രണയിച്ചയാൾ, വീട്ടുകാർ കണ്ടുപിടിച്ചയാളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പോസ്റ്റുകൾ വരുന്നുണ്ട്. അതായത് ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളുടെ എണ്ണം 6ഉം 7ഉം ഒക്കെ മാറിയിട്ടുണ്ട്. ഒരു പാർട്ടിയിൽ ഇത്രയും അധികം ആളുകൾ ഒരു മുഖ്യമന്ത്രി ആവാൻ വേണ്ടിയിട്ട് അടിയുണ്ടാക്കുക എന്ന് പറയുന്നതും അത് രാഷ്ട്രീയ ചരിത്രത്തിലാണെന്നുണ്ടെങ്കിലും അല്ലാതെയാണെന്നുണ്ടെങ്കിൽ ചരിത്രത്തിലാണെന്നുണ്ടെങ്കിലും ഇതൊക്കെ ആദ്യത്തെ സംഭവം തന്നെ ആയിരിക്കും. എന്തായാലും ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ വഴിയൊരുക്കി കൊടുത്ത കേരളത്തിലെ നല്ലവരായ ജനങ്ങൾ, പ്രബുദ്ധ കേരളത്തിലെ ജനങ്ങളോട് ഞങ്ങൾക്ക് എന്നും നന്ദിയുള്ളവർ തന്നെയായിരിക്കും, അല്ല ഞങ്ങൾ എന്നും നന്ദിയുള്ളവർ തന്നെയായിരിക്കും. കാരണം ഈ ഒരു കോമഡി കാണിച്ചു തരാനും ഈ ഒരു അഴിമതിയിൽ കൂടി വിജയിച്ചു വരുന്ന ആളുകളെ വിജയിപ്പിക്കുവാനും, അല്ലെ പിടിയന്മാരെയും അഴിമതി വീരന്മാരെയും വൃത്തികെട്ടവന്മാരെയും ഒക്കെ ജയിപ്പിച്ചിട്ട് ഇടതുപക്ഷം ഈ നാട്ടിൽ നിന്ന് വേരോടെ പിഴുതെറിയണമെന്നൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചത് അതെന്തിൻ്റെ പേരിലായിരുന്നെങ്കിലും അതിൻ്റെ ഏറ്റവും വലിയ കോൺസിക്വൻസസ് ഫേസ് ചെയ്യാൻ പോകുന്നത് നമ്മളെല്ലാവരും ഒരുമിച്ചായിരിക്കും. ആരെങ്കിലും ഒരാൾ ചെയ്ത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. 3.5 കോടി ജനങ്ങളിലും അതിൽ ഓരോ ആളുകളുടെയും അവരുടെ ഒപ്പീനിയൻ അനുസരിച്ചിട്ടാണ് അവർ വോട്ട് ചെയ്തിരിക്കുന്നത്. അത് സമ്മതിദാനാവകാശം എന്ന് പറയുന്നത് അത് ഓരോരുത്തരിലും നിക്ഷിപ്തമാണ്. അത് അവർ ചെയ്യണം, അവർക്ക് ഇഷ്ടമുള്ള പാർട്ടിക്ക് ചെയ്യാം, നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇത് ചെയ്തത് ശരിയായോ തെറ്റായി പോയോ എന്നുള്ളൊരു കാര്യം നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇനിയും ചിന്തിച്ചിട്ട് വേറെ കാര്യമൊന്നുമില്ല. എല്ലാം 5 വർഷം കഴിഞ്ഞിട്ട് നമുക്കിനി മാറ്റി ചിന്തിക്കാൻ പറ്റുള്ളൂ. എന്തായാലും ഈ ഒരൊറ്റ കാര്യം കൊണ്ട്, ഈ ഒരു കസേരകളി കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് കേരളത്തിൽ ഉണ്ടാവാൻ പോകുന്നതെന്നും കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങളിൽ എന്തൊക്കെയാണ് ഇവർക്ക് ചെയ്യാൻ പറ്റുന്നതെന്നും ഒക്കെ നമുക്കൊന്ന് കണ്ടറിയണം. അപ്പോൾ ഇത്രയും നാൾ ഇവിടെ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രി എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നതെന്നും ആ മുഖ്യമന്ത്രി ഉണ്ടായിരുന്ന സമയത്ത്, ആ മുഖ്യമന്ത്രി ഇരിക്കുന്ന സമയത്ത് വന്നിട്ടുള്ള എല്ലാ ദുരന്തങ്ങളെയും, അതായത് പ്രകൃതി ദുരന്തമായിക്കോട്ടെ, രോഗങ്ങളായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളെയും വേണ്ട രീതിയിൽ നോക്കുകയും കണ്ടും ചെയ്ത് ജനങ്ങളിൽ ഭീതി ഉണ്ടാക്കാതെ, അല്ലെ ജനങ്ങളിൽ ഭീതി ഉളവാക്കാതെ ആ ജനങ്ങളുടെ അടുത്ത് ജാഗ്രത നിങ്ങൾ പാലിക്കുക എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലാതെ ഈ പാത്രം കുട്ടിയാൽ ഈ പറയുന്ന കൊറോണ പോകുന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് വീടിന് പുറത്തേക്ക് ഇറങ്ങാതിരിക്കുക, ജാഗ്രതയാണ് വേണ്ടത്, ഭയമല്ല വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ആളുകളെയും ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചേർത്ത് നിർത്താൻ സാധിച്ച ഒരു നേതാവ് തന്നെയാണ് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ. അതുകൊണ്ട് തന്നെയും അദ്ദേഹം ഈ പടിയിറങ്ങി പോകുമ്പോൾ അദ്ദേഹം തല കുനിച്ച് നാണം കെട്ട് പോകുന്നു എന്നൊക്കെ ഞാൻ പലപ്പോഴും പറഞ്ഞു. അങ്ങനെ നാണം കെട്ട് പോകുന്ന സമയത്തും ആരോടും ഒരു വാക്കും മിണ്ടാതെ ഒരു ചിരിയിൽ മാത്രം ഒതുക്കിക്കൊണ്ട് പോകുന്നത് എന്തുകൊണ്ടാണ്? അയാൾക്കറിയാം അയാൾ ചെയ്യേണ്ടതെല്ലാം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നുള്ളത്. നാളിതുവരെയും അയാൾ ഇരിക്കുന്ന സമയത്ത് അത്രയും ഒരു അഴിമതിയും ചെയ്യാതെ അയാൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് അങ്ങനെ തന്നെ പോയൊരു മനുഷ്യൻ തന്നെയാണ് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ പറയാം. ഇപ്പോൾ പല ആളുകളും ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്തൊക്കെ എടുത്ത് ചോദിക്കുന്നത് 7000 കോടി മുക്കിയിട്ട്, അല്ലെ 700 കോടി മുക്കിയിട്ടാണല്ലോ പിണറായി വിജയൻ സഖാവ് പോകുന്നതെന്നാണ്.
എവിടെ മുക്കിയിട്ട് പോകുന്നു എന്നാണ്. കൊടുക്കേണ്ടതൊക്കെ കൊടുക്കേണ്ട സ്ഥലങ്ങളിൽ കൃത്യമായിട്ട് കൊടുത്തിട്ട് നാളിതുവരെ നിങ്ങളുടെ കുറേ ടീമുകൾ തന്നെ പോയല്ലേ ഈ പറയുന്ന വയനാട് ദുരന്ത ബാധിത മേഖലയിൽ അവർക്ക് ഈ പറയുന്ന ദിനപത്ത് കിട്ടുന്നുണ്ടോ പെൻഷൻ കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എന്താ ഉണ്ടായത്? നിങ്ങളുടെ കൂട്ടത്തിലുള്ള കുട്ടി കൊങ്ങികളെയൊക്കെ പിടിച്ചു നിർത്തിക്കൊണ്ട്, നൗഫൽ എന്ന് പറയുന്ന കുട്ടി കൊങ്ങിയെ പിടിച്ചു നിർത്തിക്കൊണ്ട് വീട് കൊള്ളൂല എന്ന് പറഞ്ഞല്ലേ. എന്നിട്ട് എന്തായി? അവസാനം നൗഫൽ തന്നെ പറഞ്ഞു എനിക്ക് UDF തരുന്ന വീട് വേണ്ട, എനിക്ക് LDFിൻ്റെ വീട് തന്നെ മതി എന്ന് തന്നെ നൗഫൽ പറഞ്ഞു. നൗഫലിൻ്റെ വായിൽ നിന്ന് നമ്മളത് കേട്ടു അല്ലേ. അപ്പം അങ്ങനെയൊക്കെ പല രീതിയിൽ പലതരത്തിൽ പല സമയങ്ങളിൽ പല മെഴുകലുകൾ നടത്താൻ നോക്കിയിട്ടും അതൊന്നും എങ്ങും എത്തുന്നില്ല എന്ന് കണ്ട് നാണം കെട്ടുപോയ ആളുകളെയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു കളികൾ ഇനിയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കളികൾക്കിടയിൽ ഇത്രയും നല്ല വാർത്തകൾ കേൾക്കാൻ സാധിക്കുന്ന അല്ലെ കാണാൻ സാധിക്കുമ്പോൾ അത് നിങ്ങളെ കൂടെ അറിയിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. എന്തായാലും നല്ല കാര്യങ്ങൾ കാണുമ്പോൾ നല്ലത് തന്നെ അല്ലേ പറയേണ്ടത്. അപ്പോൾ അത് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഇനിയും അതെന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും തുടർന്നുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ.